മേൽ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവസാന ഘട്ടം ആയിട്ട് ചെയ്യേണ്ടത് 21 ദിവസത്തെ കുറച്ച് ഓതലുകളാണ്. 21 ദിവസം. അതോടുകൂടെ ബിഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കഴിവുകൊണ്ട് 100-ൽ 75% സിഹ്ർബാധയും ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് 21 ദിവസത്തെ ഓതലുകളാണ്. അതിനുവേണ്ടി ആദ്യം ഓരോരുത്തരുടെയും കഴിവിൻ്റെ ആസ്തി അനുസരിച്ച്, അതിൻ്റെ പരമാവധി അനുസരിച്ച് കഴിയുന്നവർ ഒരാടിനെ വാങ്ങി തൻ്റെ രോഗം, ഈ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഈ ആടിനെ അറുക്കാൻ നേർച്ചയാക്കി എന്ന് നിയ്യത്ത് ചെയ്ത് നിർത്തുക. അതിന് കഴിയാത്തവർ ഒരു കോഴിയെ, ചെറിയൊരു നാടൻ കോഴിയെ വാങ്ങി നിർത്തുക. ഒന്നാമത്തെ ദിവസം വാങ്ങി അതിനെ നേർച്ചയാക്കി നിർത്തിയിരിക്കുക. ഒന്നാമത്തെ ദിവസം മുതൽ ഓതൽ ആരംഭിക്കുക. മഗ്‌രിബിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷം ഒന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതുക. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അവരുടെ പേരിൽ ഒരു യാസീൻ ഓതുക. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടുത്തെ പേരിൽ ഒരു യാസീൻ ഓതുക. ഇങ്ങനെ 3 യാസീൻ 3 നബിമാരുടെ പേരിൽ ഓതിയതിന് ശേഷം ചെറിയ രീതിയിൽ ദുആ ചെയ്യുക. ഇങ്ങനെ 21 ദിവസം ചെയ്യുക. 21ാമത്തെ ദിവസം ഓതുന്നത് സുബഹിൻ്റെ ശേഷം ഓതുക. സുബഹിൻ്റെ ശേഷം ഓതിയിട്ട് നേർച്ചയാക്കി നിർത്തിയിരിക്കുന്ന കോഴി അല്ലെങ്കിൽ ആട് അതിനെ അറുക്കുക. കഴിയുമെങ്കിൽ സ്വന്തം കൈകൊണ്ട് അറുക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അറുപ്പിക്കുക. അറുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മാംസം നല്ലതുപോലെ വൃത്തിയാക്കി ക്ലീനാക്കി അതിൻ്റെ മാംസം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കുടുംബക്കാർക്ക് എത്തിച്ചു കൊടുത്താലും മതിയാവും. അത് നേർച്ചയായതുകൊണ്ട് അതിൽ നിന്നും ഒരല്പഭാഗം പോലും വീട്ടിലുള്ളവരോ ഇയാളോ എടുക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ സിഹ്ർ ബാത്തിലാത്തിൻ്റെ ഒരു കടമ്പ കഴിഞ്ഞു കിട്ടുന്നതാണ്. ധാരാളം മാർഗങ്ങളും ധാരാളം രീതികളുമുണ്ട്. നേരിട്ട് ഉസ്താദന്മാർ ചെയ്യുന്ന പല അമലുകളുമൊക്കെയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഓതലുകൾ മാത്രം കൊണ്ടുള്ള മുബ്തിലാത്തു സിഹ്ർ ഇവിടെ പറഞ്ഞത്. ഇത് വളരെ മനസാന്നിധ്യത്തോടെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ മുകളിൽ പറഞ്ഞ 1ാമത്തെ ഘട്ടം മുതൽ ഈ അവസാന ഘട്ടം വരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഫലം ലഭിക്കും. നമ്മുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ തരട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നീട് സിഹ്ർ ബാധിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ ഇടാം. ഓക്കെ.